അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചില്ലേ കിട്ടിയോ എന്നുള്ളത്. പക്ഷേ ഓളെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരടങ്ങേറിലാണ്. ഇന്നലെ നമ്മൾ വിചാരിച്ച് കടന്നുറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു പഠിച്ചോനെ നാളെ ഏതായാലും കിട്ടും എന്നുള്ളത്. പക്ഷേങ്കിൽ ഇന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണ വരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ മെസ്സേജ് അയച്ചു നോക്കി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് ഒരു വിവരവും കിട്ടിയിട്ടില്ല. കിട്ടിയ അപ്പം ഞങ്ങൾ മെസ്സേജ് അയക്കട്ടോ, ഞങ്ങൾ വിളിച്ച് പറയാട്ടോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും കിട്ടിയോ എന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചുമ്പോൾ ഒരിക്കും ഇടങ്ങേറ്, ചോദിച്ചണം ഞമ്മക്കും ഇടങ്ങേറ്. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത്. കാരണം പഠിച്ചവനെ കിട്ടിയിരിക്കണാവോ, ഇനിപ്പോലും വിളിച്ചാനും മെസ്സേജ് അയക്കാനും മറന്നതാണാവോ എന്നൊക്കെ നമ്മളിങ്ങനെ കരുതും. പക്ഷേ എങ്കിൽ ഓരോന്നും മറന്നിട്ടൊന്നല്ല കേട്ടോ. നമ്മളും ഇതേമാതിരി ബേജാറായി നിൽക്കുകയാണെന്നുള്ളത് ഓർക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ ഓലും തന്നെ എന്താ കിട്ടി അപ്പം വിവരം തരാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇനി ചോദിച്ചുമ്പോൾ ഓർക്കും ഇടങ്ങേറ്, ഞമ്മക്കും ഇടങ്ങേറ്. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടില്ല. അപ്പം ഇന്നലെ കടന്നപ്പോൾ വിചാരിച്ചു നാളെ എന്തായാലും കിട്ടിയേക്കാരെന്നുള്ളത്. പക്ഷേങ്കിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ വാർത്തയിലും ഇതിലൊക്കെ ഇങ്ങനെ നമുക്ക് മൊബൈലിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ അപ്പം ഇനി ഇന്നത്തെ മയ്യത്തൊക്കെ തിരിച്ചറിയാൻ വേണ്ടി DNA ടെസ്റ്റൊക്കെ നടത്തുകയാണ് പോലും മയ്യത്തിൻ്റെ. അപ്പോഴാണല്ലോ ഞാൻ അറിയാം. അപ്പോൾ ഇത്രയും 3-4 ദിവസമായില്ലേ. അപ്പോൾ ഇനി മുഖമൊക്കെ അങ്ങോട്ട് ജീർണിച്ചിട്ടും ആരെയും ഒന്നും മനസ്സിലാകാത്ത തരത്തിലായിക്കെന്ന് തോന്നുന്നുണ്ട്. അത് ഈ കാര്യം ഇപ്പോൾ DNA ടെസ്റ്റൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെയും നമ്മളെ ഒറ്റവരെയും കുടുംബം ഒക്കെ അങ്ങനെയും നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പടച്ചവനോട് ദുആ ചെയ്യാം. 5 വക്തും നമ്മൾ കൈ ഉയർത്തി നമ്മൾ പടച്ചവനോട് കണ്ണീരൊലിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടണേ കിട്ടണേ എന്നുള്ളത്. അപ്പം പടച്ചവൻ പരീക്ഷിച്ച് കാരം നമ്മൾ പടച്ചവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ പടച്ചവൻ നോക്കി കാരം. വെച്ചെങ്കിൽ നമ്മളാരും പടച്ചവനെ എന്തിനും വേണ്ടുന്ന നമ്മൾ കുറ്റപ്പെടുത്തണില്ല. കാരണം പടച്ചവൻ തന്ന ജീവനാണ്. ആ ജീവൻ പടച്ചവൻ തന്നെ എടുക്കും. ഒരാളും നമ്മളാരും ഭൂമിയിൽ നിൽക്കില്ല. ആ ഒരു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ മനസ്സിനെ വല്ലാത്തൊരു ഇടങ്ങേറ് പറഞ്ഞാൽ അതൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ഇടങ്ങേറായിപ്പോയി. ഞാനെന്നും പറയണ മാതിരി തന്നെ നമുക്ക് 5 വക്തും പടച്ചവനോട് പ്രാർത്ഥിച്ചാനേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു ജാതി മരണങ്ങളൊന്നും റബ്ബ് തരാതെക്കട്ടെ എന്നുള്ളത്. നമ്മളെ കണ്ണു മുന്നിൽ ഇഞ്ഞായിരുന്നു കാണിച്ചു കൊടുക്കരുതേ എന്നുള്ളത്. നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ അത്രേ പറ്റുള്ളൂ. നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിച്ചാനല്ലേ പറ്റുള്ളൂ. 5 വക്തും നമുക്ക് നിസ്കാരപ്പായിൽ നിന്നിട്ടൊക്കെ നമുക്ക് കണ്ണീരൊലിപ്പിച്ചിട്ട് നമുക്ക് പടച്ചവനോട് പറയാം, റബ്ബേ അങ്ങനത്തെ ഒരു മരണമൊന്നും ഇല്ലാതെക്കട്ടെ, ഇനി കിട്ടാല മയ്യത്തുകളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പടച്ചവനോട് പറയാം. നമുക്ക് പടച്ചവനോടേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒരാളോടും പറഞ്ഞിട്ടൊരു കാര്യമല്ല. പടച്ചവൻ തന്നെ അതിന് ഇതാണ് എന്നെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പടച്ചവനോട് 5 വക്തും പറയുന്നുണ്ട്. വീഡിയോ കാണുന്നങ്ങളും ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരുപാട് മയ്യത്ത് കിട്ടാത്തവരെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിച്ചാൽ അറിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ തുടങ്ങണത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്നും വീഡിയോ ഇടലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുമ്പോൾ ഓർക്കും ഇടങ്ങേറ്, ചോദിച്ചാൽ ഞമ്മക്കും ഇടങ്ങേറ്, അകപ്പാട് ഒരു ഇടങ്ങേറ്. പക്ഷേ ഞാൻ ഒന്ന് കിട്ടി എന്ന് അറിഞ്ഞെങ്കിലേ മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഏതായാലും എല്ലാവർക്കും മരിച്ചു പോകണം. ഞാൻ പടച്ചോൻ തന്ന ജീവൻ പടച്ചോൻ തന്നെ എടുക്കും, അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമുക്ക് മനസ്സിന് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മരണമായിപ്പോയി. ഇനി മരിച്ചാൽ ഇപ്പോൾ ഏതായാലും മയ്യത്തൊന്ന് കിട്ടി കബറടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. കബറടക്കിക്കണല്ലോ. നമ്മൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ അവരോടൊക്കെ ഒരു സലാം പറയാനൊക്കെ കബറടക്കിക്കണമെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഏതായാലും പടച്ചോന് നമ്മളെ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചിട്ടേ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അതിന് തന്നെ ഇനി പറ്റുള്ളൂ, അല്ലാതെ ഒരു മാർഗവുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉച്ചക്കത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടടയാണ് ചുട്ടീനത്. പക്ഷേങ്കിൽ ഓട്ടട എന്താ അറിയില്ല, നന്നായിട്ടില്ല. അപ്പോൾ ഇനി ഓട്ടട നന്നാകാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അപ്പം ചുട്ടിക്കാണ് കേട്ടോ. മക്കൾ ഇനി നന്നാകാത്തതുകൊണ്ട് ഇങ്ങനെ നൂലൊളിച്ചുകൊണ്ടിരിക്കും ശരിയായില്ല പറഞ്ഞിക്കാണ്ട്. പിന്നെ ഓട്ടട നന്നാകാൻ അരി നല്ലോണം അരിഞ്ഞിട്ടോ എന്താ അറിയില്ല. പിന്നെ ഏതായാലും ചോറൊക്കെ കൂട്ടുകൊണ്ട് തന്നെ ചീയപ്പം നന്നാവുന്നൊന്നും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം ഒരു ഒട്ടലുണ്ടായിന് കേട്ടോ, ചോറ് കൂട്ടിയതാണ്ട് ഒട്ടലുണ്ട്. പിന്നെ ഞാൻ ഓട്ടട ആയതുകൊണ്ട് ഓട്ടടയ്ക്ക് ഉള്ളി കൂട്ടാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ
മക്കളൊക്കെ ചായ കുടിച്ചിക്കാണ്ട് ഓല് മദ്രസക്ക് പോയിക്കണം കേട്ടോ. അങ്ങനെ ഓലെ പറഞ്ഞയച്ചു. അപ്പം രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ എന്താ കടിയുമ്മ ചോദിച്ചിട്ടാണ് പേര് തന്നെ. അപ്പോൾ ഓട്ടടയാണെന്ന് പറഞ്ഞപ്പം വലിയ തൃപ്തിയൊന്നും ഇല്ല, ഇനി നന്നായിട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല അപ്പം. അപ്പോൾ അങ്ങനെ ഞാൻ ചീയപ്പം ചുട്ട് ബാക്കിയൊക്കെ ചുട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ചോറൊക്കെ നേരത്തെ തീമണം, കാരണം ഒന്ന് ജിനുവിന് പോകാണ്ട് കേട്ടോ. അവന് കട ഉണ്ട്, ഒന്ന് കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇപ്പോൾ കടയിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കണം. അപ്പം വെച്ച് ചോറ് വേണം കേട്ടോ എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ചോറ് വേഗം തീമടട്ടെ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ തിരിച്ചൊക്കെ കത്തിച്ച് നമ്മൾ ചോറ് തീമടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി കൂട്ടാനൊക്കെ ഇന്നലെ പൊരിച്ചീന് ഓയിലുണ്ടല്ലോ കോഴി പൊരിച്ച്, അപ്പോൾ അത് പറന്നിക്കാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമൊന്നും അങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല ഈ നമ്മൾ കോഴി പൊരിച്ച എണ്ണയൊന്നും. അപ്പോൾ ഇന്നലെ പൊരിച്ചതായതുകൊണ്ട് ഇന്നൊക്കെ എടുക്കട്ടെ, അതിനൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് മീൻ പൊരിച്ചാനും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് അത് കഴിച്ചാൽ, അല്ലാതെ കുറേ ദിവസം ഒന്ന് പാത്തക്കാനൊന്നും അങ്ങനത്തെ എണ്ണയൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ക്യാൻസർ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പൊരിച്ചിൽ തന്നെ പൊരിച്ചതായി നിൽക്കുമ്പോൾ കുറേ ദിവസം നിൽക്കുമ്പോൾ, അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഞാൻ നിൽക്കണില്ല കേട്ടോ. ഇന്നലെയല്ല പൊരിച്ചത് നമ്മൾ കോഴി. അങ്ങനെ നമ്മൾ കുറച്ച് നെല്ലുത്തേരിയും പിന്നെ ചാക്കിരിയും രണ്ടും പാടെ കൂട്ടിയിട്ട് കാണാം കേട്ടോ. നെല്ലുത്തേരി ഒറ്റക്ക് വെച്ചാൽ മക്കൾക്ക് പറ്റൂല, കാരണം അത് ചാറൊക്കെ പറഞ്ഞാൽ പറയും ഒരു രസമെല്ലാം വെച്ച് ചാറൊന്നും പറഞ്ഞിട്ട് കയറി. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി രണ്ടരിമ്പാളിട്ട് വെച്ചാൽ അങ്ങനെ അറിയൊന്നുമില്ലല്ലോ, എന്നാലും ആ കഞ്ഞിൻ്റെ വെള്ളത്തിന് ഒരു ചെറിയൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ പയറുണ്ടല്ലോ നമ്മളെ മുറ്റത്തില്ലേ, അതിന്മേന്ന് കുറച്ച് പയറിട്ടിക്കണം കേട്ടോ. അതൊരു 2-3-4 ദിവസം കൂടിയിട്ട് ഇങ്ങനെ പറിച്ചിങ്ങനെ എടുത്തേക്കണതാണ് കേട്ടോ അങ്ങനെ പയർ. അപ്പോൾ നമ്മളെ കത്തിക്ക് ചെറുതായിട്ട് ഒരു മൂർച്ചം കുറവുണ്ട്. അപ്പോൾ ഞാൻ മൂർച്ചയുള്ളൊരു കത്തി നോക്കി എടുത്തതാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ വെക്കാനുള്ള പയറൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ ഇന്ന് പറിച്ച് കണ്ടത് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ നാളെയും പറിച്ചും. അപ്പോൾ അങ്ങനെ പറിച്ചേക്കണമാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഉപ്പേരിയൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്നാലും ഒരു ഉപ്പേരിക്കൊന്നുമില്ല, ഒരു ഉപ്പേരി വെച്ചാൽ രാവിലെയും വൈകുന്നേരം തള്ളിയിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താട്ടി ഇനി നമുക്ക് 2 കറുത്ത കായും കൂടി പറിച്ച് കൊണ്ടുവരാമെന്ന് കരുതിയിരിക്കണം. എന്നെങ്കിലേ ഇപ്പോൾ ഈ ഉപ്പേരി ഉച്ചക്കൊക്കെ വൈകുന്നേരത്തിനും പാടെ നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒപ്പിച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഓന് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിക്ക് കൊടുത്തേക്കും ചെയ്യാതിട്ടാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഈ ഉപ്പേരി പറ്റൂല കേട്ടോ സ്കൂൾ കൊണ്ടാകാൻ, പയർ തന്നെ പറ്റൂല. പിന്നെ നമ്മൾ പാത്രത്തിലിട്ടിട്ടും കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി തട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി 2 കേങ്ങ് എടുത്തിട്ട് അവർക്ക് പൊരിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കേങ്ങൊക്കെ എടുത്ത് പിന്നെ നടുക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇതാകുമ്പോൾ ഭയങ്കര തൃപ്തി. പിന്നെ സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ടെന്നെങ്കിലും എന്നാലും വേണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകണം, എന്നെങ്കിലും അവർക്ക് തൃപ്തി ആവുള്ളൂ. ഞാനെല്ലാ കേങ്ങും അതേമാതിരി മുറിച്ചിട്ടിങ്ങനെ പയറും അരിഞ്ഞിട്ടുണ്ട്. പയറുണ്ടല്ലോ കുറച്ചുള്ളൂ. പിന്നെ നമ്മളെ കറുത്ത ഉണ്ടല്ലോ ഒക്കെ കുഞ്ഞി കറുത്തയാണ് കേട്ടോ. അപ്പോൾ മേലോടായിട്ടാണ് തോന്നുന്നുണ്ട്, വലിപ്പമൊക്കെ കുറഞ്ഞിക്കണം. അപ്പോൾ ഒന്നെടുക്കേണ്ടടുത്ത് 2-3 ഒക്കെ പറിച്ചെടുക്കണം, എന്നെങ്കിലേ നമുക്കൊരു ഉപ്പേരിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ വാർപ്പിൻ്റെ മേലെ പോയി കണ്ടാണ് കേട്ടോ ഞാനിത് പറിച്ചിക്കണത്. അപ്പോൾ നമ്മളെ കറുത്ത ഉണ്ടല്ലേ കുഞ്ഞി കറുത്തകളാണ്. ഇനി അതൊക്കെ ഒന്ന് തോല് ചെത്തിയിട്ട് നമുക്ക് ആ പയറരിഞ്ഞ മാതിരി തന്നെ കുഞ്ഞി കഷ്ണങ്ങളാക്കി കണ്ട് അരിയണം, എന്നെങ്കിൽ ഇപ്പോൾ അത് വേവുള്ളൂ. പിന്നെ കറുത്തൊക്കെ കുറച്ച് വേവ് കമ്മി ഉണ്ടാവും, ആവിയിട്ടാൽ വേഗണ കറുത്തിയാണ് കേട്ടോ. നമ്മളെ ചുവന്ന കറുത്തല്ലേ അതിൻ്റെ മുന്നേക്ക് ഇട്ടിക്കണം, നമ്മളെ ചുമപ്പ് കറുത്ത ആ ഒരു കറുത്തിയാണ് കേട്ടോ. പക്ഷേങ്കിൽ കായൊക്കെ ഇപ്പോൾ പറ്റ ചെറുതായിക്കണം. അങ്ങനെ നമ്മൾ തോല് ചെത്തണതിൻ്റെ ഇടയിൽ നമ്മൾ ചട്ടി വെച്ചിന് കേട്ടോ. ആ ഓയിലും കോഴി അരിച്ച ഓയിലുണ്ടല്ലോ അത് വെച്ചിന്. അപ്പോൾ പിന്നെ അതിലിട്ട് കണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കേങ്ങും പൊരിച്ചണത്. ഇത് ഈ ഓയിൽ കോഴി പൊരിച്ചപ്പോൾ കുറച്ച് കൂടി അതൊരു അയലെല്ലാം അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് റബ്ബേ എത്രയൊന്നും പാരണ്ടില്ല ഇനിയെന്ന് ഓർമ്മയത്. ആ ഒരു മനസ്സിൽ ഓളെ കിട്ടാത്തതിനുള്ള ഒരു ഇടങ്ങേറിലൊക്കെയാണ് പാറിനതും ഇതാക്കണമെന്നും ഇപ്പോൾ ഒരു ഓർമ്മയില്ല. പിന്നെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കുറേ ദിവസമല്ലേ വെക്കാൻ പറ്റാത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ, തൂമിച്ചാനും ഇതിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളി കൂട്ടാൻ വെച്ചപ്പോഴും അതേമാതിരി കേങ്ങ് പൊരിച്ചാനും ഇനിയിപ്പോൾ ഈ പയർ വെക്കുമ്പോഴൊക്കെ ഞാൻ അതന്നെയാണ് പാരുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ട് കഴിച്ചാന്ന് കരുതി. പിന്നെ നമ്മൾ മീൻ വാങ്ങുമ്പോൾ അതിലിട്ട് കണ്ട് പൊരിച്ചാന്നൊക്കെ കരുതണം കേട്ടോ. അങ്ങനെ നമ്മളെ കറുവത്തേക്ക് ആക്കണം കേട്ടോ. ഞാൻ ഒക്കെ ചെറുതാക്കി അരിഞ്ഞിക്കണേ. അപ്പോൾ നമ്മളെ കേങ്ങ് പൊരിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് കോരിക്കാണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ തൂമിച്ച് കണ്ട് അതിലൊക്കെ ആയിക്കാണ്ടതിലും എണ്ണ കുറേയൊക്കെ കുറഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ വെറുതെ കളയുമ്പോൾ വല്ലാത്തൊരു പൂർത്തിയേടല്ലേ നമുക്ക്, ഇല്ലാത്ത കായ് എടുത്ത് കണ്ടൊക്കെ വാങ്ങണതല്ലേ. അപ്പോൾ ഭയങ്കര പൂർത്തിയേടാണ്. അപ്പോൾ ഞാൻ നമ്മളെ കറുവത്തിയും പയറും ഒക്കെ കേക്കിക്കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിക്കണം കേട്ടോ. ഒന്നും കൂടി
പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ ചോറ് വെന്തിക്കണമെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്തിക്കണം. ഇനി നമുക്കത് മാങ്ങയിട്ട് ഊറ്റിയിടാം. പിന്നെ ഞാൻ പയർ വെക്കുന്നതും ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ. അതിന് കുറച്ച് മുക്കിയിട്ട് ഞാൻ എന്താട്ടി പച്ചമുളക് ഇട്ടു, പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കടുകും ഒന്നും പൊട്ടിയിട്ട് പിന്നെ ഞാൻ നമ്മളെ കറുവത്തിയും പയറും അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പയർ ഒറ്റയ്ക്ക് വെക്കാൻ മാത്രമല്ലേ ഇനി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കറുവത്തിയും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ച് തോന ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കറുവത്ത് എടുത്തത്. പിന്നെ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിക്കണം, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്. വെള്ളമൊന്നും പാരണ്ട കേട്ടോ, അതങ്ങനെ തന്നെ കടന്ന് വെന്തോളും. അപ്പോൾ കണ്ടില്ല കറുവത്ത വേഗം വെന്തും ചെയ്തിരിക്കണം. അപ്പോൾ പയർ കുറച്ച് പച്ച കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേവ് കുറച്ച് കമ്മിയാണ്. ഇനിയും നമുക്ക് അതേമാതിരി തന്നെ മൂടി വെച്ച് അങ്ങനെ ആവി കടന്ന് അങ്ങനെ വെന്തോളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ഉപ്പേരിയൊക്കെ ഒരു ഭാഗത്ത് വേകണുണ്ട്. ചോറ് വാങ്ങിക്കണം കേട്ടോ. ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. നമ്മളെ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിക്കണ്. പിന്നെ ഞാൻ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ, അപ്പോൾ ചോറ് വാങ്ങിക്കണല്ലോ, അപ്പോൾ ഞാൻ ആ ഉപ്പേരി ഉണ്ടല്ലോ ആ അടുപ്പത്ത് കുടന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ കടന്ന് വന്നോളൂ, ഏതായാലും തിരിച്ച് കത്തുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിക്കണം കേട്ടോ. പിന്നെ എന്താക്കണം, ചോറ് നമ്മൾ ഊറ്റിയിടുന്നുണ്ട്. അപ്പോൾ രണ്ടരി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ കണ്ടില്ലേ അരിക്കൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന്. അതന്നെ നമ്മളെ സനുട്ടനാണ് വല്ലാത്തൊരു പവർ കേട്ടോ. ഇങ്ങനത്തെ അരി വെച്ചാലും അതിന് പറ്റാത്ത കേട്. മറ്റോള് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിന്നോളും. സനുവിനാണ് ചോന്ത അരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതുകൊണ്ടാണ് രണ്ടും പാടെ കൂട്ടിയിട്ടത്. അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇതാക്കണേ വെന്തിക്കണം. ഇനി നമുക്ക് മാങ്ങി വെക്കാം. അപ്പോൾ മാങ്ങി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ നമ്മൾ കുറച്ച് ചോറുണ്ടായിന് കേട്ടോ. അത് നമ്മൾ എന്താട്ടിന്നറിയാം, പൂച്ചക്കുട്ടികളുണ്ടല്ലോ കുത്തിരിക്കണായിട്ട് അങ്ങനെ വന്നു ഒലിച്ചിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കുരുന്നുള്ള ചോറ് ഞാൻ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ അതങ്ങനെ വെച്ചെത്തിരിക്കാണ് കേട്ടോ. നല്ല ചൊറുക്കിൽ 2-3 കുട്ടികളുണ്ട്. അങ്ങനെ സനും മിന്നുട്ടിയും മദ്രസ് വിട്ട് നിൽക്കണം. ഇനി സ്കൂൾക്ക് പോകണം. അപ്പോൾ ഓന് അപ്പം മാണ്ടം വെച്ചിട്ട് കഞ്ഞി മതിയാന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനോന് കഞ്ഞി കൊടുക്കുകയാണ്. പിന്നെ ഓന് കുറച്ച് കേങ്ങ് പൊരിച്ചതും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം അതും കൂട്ടിയിട്ട് ഓന് കഞ്ഞി കുടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ മിന്നുട്ടിനോട് എനിക്ക് എന്താ വേണ്ടി വെച്ചാൽ പൂളി പറഞ്ഞ് കഞ്ഞിയൊന്നും വേണ്ട വെച്ച് അപ്പം മതിയായിരുന്നു. അപ്പം അങ്ങനെ ഓക്ക് ഞാൻ അപ്പം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓൽക്ക് രണ്ടാക്കില്ല ചോറ്റിൻ്റെ കൂട്ടാൻ പാത്രത്തേക്ക് ഞാൻ കൂട്ടാനൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൽക്കില്ല കൂട്ടാനും ഇതൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ സനുവിന് ഇന്ന് യൂണിഫോം ഇടണം കേട്ടോ. കുറേ ദിവസമായിക്കണം യൂണിഫോം എന്താ ഇട്ടിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളതും അടിച്ചിട്ടിട്ട് എഴുതിയിട്ടേക്കാരം മാഷന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് വേണം പറഞ്ഞപ്പം അത് ഞാൻ അടിച്ചു കൊടുക്കാൻ കേട്ടോ അര. അപ്പോൾ അതടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ജീന് പറഞ്ഞു വെച്ച് ചോറാക്കി തരി, ഓന് പോകാനായിക്കണായിരുന്നു. അങ്ങനെ ഓനില്ല ചോറാക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചോറാക്കി. പിന്നെ പയറും നമ്മളെ കറുവത്തി ഉപ്പേരി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് ഉള്ളിക്കൂട്ടാനും ഇട്ട് കൊടുക്കട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പയറുപ്പേരി അതും ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മൾ ഉള്ളിക്കൂട്ടാനും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഉള്ളിക്കൂട്ടാനും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആ കേങ്ങ് വെച്ചെടുത്ത് ഉള്ളി ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഓനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിക്കാണ്ട്. അപ്പോൾ ഓന് ചോറിൻ്റെയിലേറെ കൂട്ടാനാണ് ആവശ്യം. എത്ര കൂട്ടാട്ടാലും കുറച്ചും കൂടി ഇടിമച്ചി കുറച്ചും കൂടി ഒരു തുള്ളി കൂട്ടാനുകൊണ്ട് എങ്ങനെയാണ് ചോറ് വെച്ചാന്നൊക്കെ പറയും. അപ്പോൾ ഓന് കുറച്ചും കൂടി കൂട്ടാനൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഞാൻ പറയാം എനിക്ക് ചോറിൻ്റെയിലേറെ പള്ളറിയേണ്ട കൂട്ടാനാണ് വെച്ചു. അങ്ങനെ ഓന് അതും ഇട്ട് കൊടുത്തു. അങ്ങനെ ഓൻ്റെതും ആയി. ഓന് അങ്ങനെ പറഞ്ഞയച്ചിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞയച്ചു, എല്ലാവരെയും പറഞ്ഞേക്കാം. അപ്പോൾ മിന്നുട്ടിക്കും തന്നെ ഞാൻ എന്താ ചായ കൊടുക്കാൻ കേട്ടോ. ഓക്ക് പഞ്ചാര മതിയായിരുന്നു. അങ്ങനെ ഓളും ചായ കുടിച്ചു. ഓലൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് നേരം 10 മണിയായി മക്കളെ. ഓലെ പറഞ്ഞേക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചാൽ നേരം വൈകിട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിപ്പാഞ്ഞ് ഓലൊക്കെ വൈക്കാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ചായ കുടിച്ചത്. അപ്പം അപ്പമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഓട്ടടയാണ് ഞാൻ എടുത്തത്, കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകടിച്ചോരി മിറ്റടിച്ചോരി പാത്രം മോറി അകം തുടക്കാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഒരുപാട് വീഡിയോ നേരം ലെങ്ത്ത് കൂടും കരുതിയിട്ട് അങ്ങനെ നമ്മൾ തുടക്കലും കഴിഞ്ഞപ്പോൾ വീതൻ്റെ ചൂട്ടിൽ വറകും ഓലക്കൊടിച്ച് നിർബന്ധമാണ് കേട്ടോ. അതാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ തുടക്കലും കഴിഞ്ഞ് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുന്നു കേട്ടോ. അപ്പം തക്കാളിയും പിന്നെ പുളിയും കാബേജും പിന്നെ വല്ലുള്ളിയും കേങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ, പച്ചമുളകും. അപ്പം എന്താക്കണം, ഇവിടെ കേങ്ങും പൊരിച്ചതായ മക്കൾക്ക് ഇഷ്ടമാണ്. അതേമാതിരി ഉള്ളി കൂട്ടാൻ തക്കാളി അതൊക്കെ ഭയങ്കര തീർപ്പതിയാണ്. അങ്ങനെ മീൻ വന്നിക്കണം കേട്ടോ. 1 മണിയാക്കണം കേട്ടോ മീൻകാരൻ വന്നപ്പോൾ. അപ്പോൾ ഞാൻ 100 റുപ്യേൻ്റെ മീൻ വാങ്ങിയതാണ്. 6 അയിലുണ്ട് കേട്ടോ. 150 റുപ്യാണ് മീനിന് വില കേട്ടോ. അപ്പോൾ ഞാനിഞ്ഞ് ഉച്ചക്കൊക്കെ എടുക്കണില്ല കേട്ടോ, 1 മണിയായില്ലേ.
അപ്പോൾ ഇനി വൈകുന്നേരത്തിന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ തല ഇട്ടുകൊണ്ട് നാളെ രാവിലെ ഇൻഷാ അല്ലാ ചാറും ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. കുട്ടികൾ കുറേ ദിവസമായിക്കണ് പറയണേ മീൻ ചാറും ചപ്പാത്തി ഉണ്ടാക്കൻ്റെ ഉമ്മച്ചിയെ. അപ്പോൾ അങ്ങനെ മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാം.